ഓപ്റ്റിക്കൽ അസോസിയേഷൻ എറണാകുളം ജില്ല ത്രൈവാർഷിക സമ്മേളനം നടത്തി കൊച്ചി. ആൻ കേരള ഓപ്റ്റിക്കൽ അസോസിയേഷൻ എറണാകുളം ജില്ല ത്രൈവാർഷിക സമ്മേളനവും 2026 മുതൽ 29 വരെ കാലത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും കുടുംബസംഗമവും നടത്തി. ജില്ലാ പ്രസിഡന്റ് പോൾ വെട്ടിക്കനാക്കുടി അധ്യക്ഷത വഹിച്ചു. കൊച്ചി മേയർ അഡ്വക്കേറ്റ് വി.കെ. മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുമ്പോട്ടു പോകാൻ സാധിക്കണമെന്ന് മേയർ പറഞ്ഞു. സമൂഹത്തോടുള്ള കടമകൾ നിർവഹിക്കുകയും അർഹരായവരെ സഹായിക്കുകയും വേണമെന്നും മേയർ ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് എം.പി. സലീം ഹാജി പ്രഭാഷണം നടത്തി. മികച്ച കാര്യങ്ങൾ ചെയ്യാൻ സംഘടനയ്ക്ക് സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. വെൽഫെയർ ഫണ്ട് അംഗം അനിൽകുമാറിന്റെ നിര്യാണത്തിൽ ഭാര്യ മീനയ്ക്ക് വെൽഫെയർ ഫണ്ട് ചെയർമാൻ കെ.എസ്. അച്ചുലാൽ 6 ലക്ഷം രൂപ കൈമാറി. 60 വയസ്സുകഴിഞ്ഞ അംഗങ്ങളെ ആദരിക്കൽ, SSLC, +2, ഡിഗ്രി, PG, PhD പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കൽ തുടങ്ങിയവ നടന്നു. സെക്രട്ടറി M.U. തങ്കച്ചൻ, സെക്രട്ടറി അനീസ് എസ്. തെരുവത്ത്, ട്രഷറർ സുനിൽകുമാർ C.K., സംസ്ഥാന പാട്രൺ ജോർജ് വർഗീസ് ജോസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ K.G. ശ്രീജിത്ത്, P. ശ്രീവത്സൻ, ഗിരീഷ് കുമാർ K., സംസ്ഥാന സെക്രട്ടറി സക്കറിയ ഫാസിൽ, ജില്ലാ രക്ഷാധികാരി T.P. ജോസ്, ജില്ലാ വൈസ് പ്രസിഡന്റ്. ഇന്ന് 6 ലക്ഷം രൂപയുടെ ചെക്ക് അനിൽ ഭായിയുടെ നോമിനിക്ക് കൈമാറുന്നത് നമുക്കറിയാം. ഇന്ന് രാവിലെ 10:30 മണിയോടുകൂടി മഴയുടെ ആരവത്തോടെ കാറ്റിന്റെ സഹായത്തോടെ നമ്മുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം പതാക ഉയർത്തിക്കൊണ്ട് ഞാൻ തന്നെ നിങ്ങളെല്ലാം സാക്ഷികളാക്കി നിർവഹിക്കുകയുണ്ടായി. ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ത്രൈവാർഷിക ജില്ലാ സമ്മേളനം ഇത്ര മനോഹരമായിട്ട് നമുക്ക് നടത്താൻ സാധിച്ചെങ്കിൽ അതിന്റെ പുറകിൽ പ്രവർത്തിച്ച കരങ്ങളെ കൂടി നമ്മളൊന്നറിയണം. ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടിയിട്ട് അധ്വാനിച്ചിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ആണെന്ന് പറയാനായിട്ട്, എന്റെ സെക്രട്ടറി ആണെന്ന് പറയാനായിട്ട് എനിക്ക് അഭിമാനമുണ്ട്. അതിന് കാരണം എനിക്ക് തോന്നുന്നു 3 മാസമായിട്ട് ഊണിലും ഉറക്കത്തിലും സ്വപ്നത്തിൽ പോലും ഒരേ ഒരു ചിന്തയിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം. എല്ലാവർക്കും നല്ലൊരു കൈയടിയോടുകൂടി തന്നെ ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മങ്ങൾ പങ്കുചേരാം. കേരളത്തിന്റെ ഒപ്റ്റിക്കൽ മേഖലയിലെ പുതിയ സാധ്യതകൾക്കും പുതിയ ബന്ധങ്ങൾക്കും പുതിയ വളർച്ചകൾക്കുമുള്ള ഒരു തുടക്കമായി തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ജില്ലാ പ്രസിഡന്റുമായ എൻ്റെ സുഹൃത്തും കൂടിയായ പോൾ വെട്ടിക്കനാക്കുടി അവരുടെ, സംസ്ഥാനത്തിൻ്റെ ആദരണീയനായ ജില്ലാ സെക്രട്ടറി പ്രിയപ്പെട്ട സച്ചുലാൽ, എൻ്റെ പ്രിയപ്പെട്ട ട്രഷറർ M.U. തങ്കച്ചൻ, കന്നഡ വ്യാപാരികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, കന്നഡ വ്യാപാരികൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ നടക്കണമെങ്കിൽ
ഇവിടുത്തെ കന്നഡ വ്യാപാരികൾ വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും ആരാണെങ്കിലും നമ്മുടെ ഇടയിൽ ഞാൻ മനസ്സിലാക്കുന്നത് 2000 ഉറുപ്പ്യ മുതൽ 4-5 ലക്ഷം ഉറുപ്പ്യ വരെ കച്ചവടം ചെയ്യും. നിറഞ്ഞ ഒരു വേദിയും സദസ്സുമായിരിക്കും. പക്ഷേ കാലാവസ്ഥയുടെ മോശം കൊണ്ടായിരിക്കാം ഇന്ന് എത്തിയിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. അത് കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം മുമ്പ് വരെ നമ്മുടെ ഒപ്റ്റിക്കൽ അസോസിയേഷൻ സംഘടന എന്നാൽ എറണാകുളം ജില്ലയായിരുന്നു. ഇപ്പോൾ അത് മാറി പല ജില്ലകളും എറണാകുളം ജില്ലയെ പോലെയോ അതിനേക്കാൾ മേലെയോ ഇന്നത്തെ ദിവസം വളരെ നേരത്തെ തീരുമാനിച്ച ഒരു പ്രോഗ്രാമാണ് ഇന്ന് നിങ്ങളുടെ ഉണ്ടായതെങ്കിലും അവിചാരിതമായിട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നമ്മുടെ എറണാകുളം ജില്ലയിൽ നിന്നുള്ള നമ്മുടെ സ്വന്തം ശ്രീ VD സതീശൻ അവർക്ക് എറണാകുളം ജില്ലയുടെ പൗരസ്വീകരണം നൽകുന്നതിനുള്ള തീരുമാനം എടുത്തതും ഇന്ന് ഏകദേശം രണ്ടും ഒരേ സമയത്തായി പോയതുകൊണ്ടാണ് ഇവിടെ എത്താനായിട്ട് വൈകിയത്. അതുകൊണ്ടാണ് ഞാൻ സംഘാടകർ വിളിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ തുടങ്ങണം, പരിപാടി തുടങ്ങണം, ഞാൻ ഇവിടെ ഒന്ന് കയറിയിട്ട് വന്നോളാം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. എന്തായാലും നിങ്ങളെല്ലാവരും ഒരുമിച്ച് കാണാൻ സാധിച്ചതിലുള്ള സന്തോഷം ആദ്യമേ അറിയിക്കുകയാണ്. നമുക്കറിയാം, എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായ ഒരു നിമിഷമാണ് നമ്മുടെ എല്ലാവരുടെ മനസ്സിലുള്ളത്. കേരളത്തിൽ എറണാകുളത്തു നിന്നുള്ള ആദ്യത്തെ ഒരു മുഖ്യമന്ത്രി ചാർജ് എടുത്ത് പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇന്ന് പൗരസ്വീകരണ വേദിയിൽ അദ്ദേഹം പറഞ്ഞതും കൊച്ചി ഒരു വാണിജ്യ തലസ്ഥാനം എന്ന രീതിയിലുള്ള ഒരു വികസനം, മാറ്റം, ഒരു കയ്യൊപ്പ് ചാർത്തിയിട്ടായിരിക്കും ഈ ഗവൺമെന്റ് പ്രവർത്തിക്കുക എന്നുള്ളത് ഇന്ന് പൗരസ്വീകരണത്തിൽ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. അതെല്ലാം നമ്മൾക്ക് വളരെയേറെ പ്രതീക്ഷ നൽകുന്നതാണ്. ഒരു വാണിജ്യ നഗരം എന്ന് പറയുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ അസോസിയേഷനും നിങ്ങളുടെ അംഗങ്ങളും എല്ലാവരും അതിൻ്റെ ഭാഗമാകുന്ന ആളുകളാണ്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം ഒരുമിച്ച് നിന്നാൽ മാത്രമാണ് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ചെറുതും വലുതുമായ എല്ലാ ബിസിനസ്സിനും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ ആ മാറ്റങ്ങൾക്കനുസരിച്ച് അംഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു സംഘടന എന്ന രീതിയിൽ അത് ഏറ്റവും നല്ല രീതിയിലേക്ക് എത്തിപ്പെടുക. ഇവിടെ ഞാൻ വരുമ്പോൾ നിങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്ന എക്സിബിഷനൊക്കെ കാണുകയുണ്ടായി. വളരെ സന്തോഷം. കാരണം ഇതെല്ലാം ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ പുതിയ ഉപകരണങ്ങളൊക്കെയായി നമ്മുടെ ഓരോ മാറ്റങ്ങൾ വരുമ്പോൾ ആ മാറ്റങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ അംഗങ്ങളെ അതിനോടൊപ്പം വളർത്തിയെടുക്കാൻ ഇതിൻ്റെ സംഘാടക നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ കാണിക്കുന്ന വലിയ ഒരു ഇച്ഛാശക്തിയുടെ തെളിവാണ് ഇന്നത്തെ ഈ മീറ്റിംഗ് എന്ന് എനിക്ക് വന്നപ്പോൾ മനസ്സിലായത്. എനിക്ക് അങ്ങനെയാണ്. കാരണം എല്ലാവരും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അംഗങ്ങളെ തങ്ങളോട് കൂട്ടിച്ചേർത്ത് നിർത്തി. ഇവിടെ ഞാൻ സംസാരിച്ചപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് അതുതന്നെയാണ്. നിങ്ങളുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് ഈ സംഘടന വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അടുത്ത് തന്നെ സംസ്ഥാന സമ്മേളനം വിളിച്ചു ചേർത്ത് പുതിയ സംഘടനാ ഭാരവാഹികളൊക്കെ ചാർജ് എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഒരു സംഘടനയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങളാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മളെല്ലാവരും ഈ സമൂഹത്തിൽ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള ആളുകളാണ്. ഈ സമൂഹത്തോട് നമുക്ക് കടപ്പാടുണ്ട്. ആ സമൂഹത്തോട് നമ്മുടെ കടമ നിർവഹിക്കുമ്പോൾ അതിപ്പോൾ നിങ്ങളുടെ ബിസിനസ് നിർവഹിക്കുന്നതിനോടൊപ്പം തന്നെ ഈ സമൂഹത്തിനോട് നമുക്ക് ചെയ്യാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് സാധിക്കണം. അത് ഈ സമൂഹത്തിൽ ആവശ്യപ്പെടുന്ന അർഹരായ അവർക്കൊപ്പം നിൽക്കാനായിട്ട് ഉള്ള ഒരു സ്നേഹവും കരുതലുമായി നിങ്ങൾ എപ്പോഴും ഉണ്ടാവണം. ഇപ്പോൾ ഒപ്റ്റിക്കൽ അസോസിയേഷനെ സംബന്ധിച്ച് ഒരുപാട് ചാൻസ് ഉള്ള ഒരു സമയമാണ്. ഒരുപാട് ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് മത്സരവും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റിനും സംഘടനാ ഭാരവാഹികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരുടെ അനുവാദത്തോടു കൂടി പ്രാർത്ഥനയോടെ ഉദ്ഘാടനം നിർവഹിച്ചതായിരുന്നു.
വെച്ച് ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ച് ഇങ്ങോട്ട് ഓടി വന്നതാണ്. താങ്ക്സ് അഗൈൻ.